ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലായതിനാൽ ഇന്ത്യയിലെ ബാങ്കുകൾ ശക്തമായ സ്ഥിതിയിലാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. മാനവികതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2005നും 2022നും ഇടയിൽ ഇന്ത്യയുടെ മലിനീകരണ പുറന്തള്ളൽ തീവ്രത 37% കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. The impact of climate change, biodiversity loss and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth. അംഗരാജ്യങ്ങളിലെ മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകകളും ശാസ്ത്രീയ കണ്ടെത്തലുകളും ഉൾക്കൊള്ളുന്ന 4 വിജ്ഞാന സമാഹാരങ്ങൾ യോഗത്തിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20-ന് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. ആഗോള വിപണിക്ക് അനുയോജ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് നവീന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വാർഷിക പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിത്തിനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ICAR കൂടുതൽ ഗവേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം മറ്റന്നാൾ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, S. ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സിംഗപ്പൂർ ബിസിനസ് റൌണ്ട് ടേബിളിന്റെ 4ാം പതിപ്പും ഇതോടൊപ്പം നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്തു നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ 2 കണ്ടെയ്നറുകളാണ് തുറമുഖത്തു നിന്ന് യാത്ര തിരിച്ചത്. ഇതോടെ യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗത സമയം 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും വിഴിഞ്ഞം വഴി കൈകാര്യം ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻ തുരുത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. 5000 കോടിയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News TVM X ഹാൻഡിലും ലഭ്യമാണ്. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളി, അത്ലറ്റ് മുഹമ്മദ് അജ്മൽ ഉൾപ്പെടെ 17 കായിക താരങ്ങൾക്ക് അർജുന പുരസ്കാരം ലഭിച്ചു. മുതിർന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഇസയ അരുമൈ നായകം സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. അത്ലറ്റിക്സ് പരിശീലകൻ പർവീർ സിംഗ്, ബോക്സിംഗ് പരിശീലകൻ ഛോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് പരിശീലക നേഹ നന്ദ്കുമാർ ചവാൻ എന്നിവർക്കാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യ ശ്രീലങ്ക 1-ാം ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയും 3 വിക്കറ്റെടുത്ത പ്രഭാത് ജയസൂര്യയുമാണ് ഇന്ത്യയെ തകർത്തത്. ഋഷഭ് പന്താണ് ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ 4-ാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ ദൌത്യത്തിലൂടെ രാജ്യത്തെ 2 കോടിയിലധികം കുട്ടികളുടെ വിവരങ്ങൾ പുതുക്കി സുപ്രധാന നേട്ടം കൈവരിച്ചതായി ആധാർ അധികൃതർ. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ 1.5 ലക്ഷത്തിലധികം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ക്യാമ്പയിനുകളിലൂടെയാണ് 2 കോടിയിലധികം കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കിയത്. 5 വയസ്സ് തികയുമ്പോഴും പിന്നീട് 15 വയസ്സ് തികയുമ്പോഴുമാണ് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടത്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് അത്യാവശ്യമാണ്. 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആധാർ സേവന നിരക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. NCC പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന 250 കിലോമീറ്റർ ദൈർഘ്യമുള്ള അപരാജിത പരാങ്ക്ല 2026 ഹിമാലയൻ സാഹസിക ട്രക്കിംഗ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 30 ദിവസം നീളുന്ന ദൌത്യത്തിൽ 3 സേനകളുടെയും വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 28 കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. വനിതകളുടെ കരുത്തിന്റെയും നേതൃപാടവത്തിന്റെയും പ്രതീകമാണ് ഈ യാത്രയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പൗരന്മാർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 മാസത്തെ സൗജന്യ റീചാർജ് പ്രഖ്യാപിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണിതെന്നും പ്രധാനമന്ത്രി ഇത്തരമൊരു നിക്ഷേപ പദ്ധതിയോ ആനുകൂല്യമോ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. വിദേശ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക, സൈനിക നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വ്യവസ്ഥകളാണ് ധാരണാപത്രത്തിലുള്ളത്. എന്നാൽ താൽക്കാലിക കരാറിന്റെ 60 ദിവസത്തെ കാലാവധി അവസാനിച്ചിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ നീക്കം. ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം. നോർത്ത് സുമാത്ര പ്രവിശ്യയിലുള്ള നിയാസ് ദ്വീപിന് സമീപം 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മാസം ആദ്യം ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നൂസ തെങ്കാര പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 68 പേരാണ് മരിച്ചത്. പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന മനുഷ്യക്കടത്ത് സംഘത്തെ പിടികൂടി ഹരിയാന പോലീസ്. മുഖ്യ സൂത്രധാരനായ പർഗത് സിംഗിനെ പഞ്ചാബിലെ മുക്ത്സറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെ 10ഓളം സംസ്ഥാനങ്ങളിൽ കണ്ണികളുള്ള സംഘം ഇന്ത്യയിലുടനീളം 50 കൈക്കുഞ്ഞുങ്ങളെ വിറ്റതായാണ് വിവരം. കുട്ടികളെ നിയമവിരുദ്ധമായി ദത്തെടുത്ത 5 മാതാപിതാക്കൾ ഉൾപ്പെടെ 21 പേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235-ലും നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 1,14,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതിക വിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു.
ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രിസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.